ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടൊരു വ്ളോഗ് എന്ന് പറയുന്നത് സൺഡേ വ്ളോഗാണ് കേട്ടോ. ഞാൻ ഇത് മൺഡേ ആണ് ഇടുന്നതെങ്കിലും ഇത് സൺഡേ വ്ളോഗാണേ. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു യാത്രയാണ്. യാത്ര എന്ന് വെച്ചാൽ വേറെ അങ്ങോട്ടല്ല കേട്ടോ, ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പോവാണ്. മോൾക്ക് കൈക്ക് ചെറിയ നഖച്ചുറ്റലില്ലേ, അങ്ങനെ കയ്യിൽ ഒരു വിരലിൽ നഖച്ചുറ്റൽ വന്നേ. അപ്പം അതൊന്ന് കുറഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആശുപത്രി പോകണ്ടെന്ന്. പക്ഷേ എന്ത് പറ്റി, പിറ്റേ ദിവസം അത് പഴുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റേ കയ്യിലെ നഖത്തിലും ഇതേപോലെ നഖച്ചുറ്റൽ വന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ കുഞ്ഞിൻ്റെ കയ്യല്ലേ, റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഒരു 27ാമത്തെ ടോക്കൺ നമ്പറാണ് കിട്ടിയത്. നല്ലാനിക്കുന്ന്, ഞങ്ങളുടെ അടുത്തുള്ളൊരു നല്ലാനിക്കുന്ന് ഹോസ്പിറ്റലാണ് പോയത്. നല്ലാനിക്കുന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് പോയത് കേട്ടോ. അങ്ങനെ അവിടെ കൈയൊക്കെ കാണിച്ച് കെട്ടിവെച്ച് മരുന്നൊക്കെ തന്നു, ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെത്തിയപ്പോൾ അമ്മ ഇവിടെ ഭയങ്കര അച്ചാറിടലൊക്കെയാണ് കേട്ടോ. അച്ചാർ നല്ല നെല്ലിക്ക അച്ചാറാണ്, നല്ലെണ്ണയൊക്കെ ഒഴിച്ച് അമ്മ അച്ചാർ കൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാറിടുന്ന വേറൊന്നുമല്ല, എൻ്റെ രണ്ടാമത്തെ ആങ്ങളെയും മൂന്നാമത്തെ ആങ്ങളെയും മൂത്ത ആങ്ങളെയും എല്ലാവരും ഇവിടെ ഉണ്ട്. അതായത് ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങളുടെ ചാച്ചനും അമ്മയ്ക്കും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഇങ്ങനെ വിഭവസമൃദ്ധമായ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ. അങ്ങനെ ഈ അച്ചാറെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായി കഴിക്കാനല്ല കേട്ടോ. ഈ അമ്മ തേങ്ങ വറുത്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെല്ലിക്ക അച്ചാറും പിന്നെന്താണ് നമ്മുടെ ചക്കവറ്റലും. ഇതെല്ലാം കൂടി അമ്മ തയ്യാറാക്കിയത് ഞങ്ങൾക്ക് തരാനല്ല കേട്ടോ. എൻ്റെ മൂന്നാമത്തെ ആങ്ങള 4 ദിവസത്തെ ലീവിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അണ്ണൻ അവിടെ ജോലിക്ക് പോകുന്നത് തന്നെത്താനെ ഫുഡൊക്കെ അവർ കൂട്ടുകാരെല്ലാം ചേർന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ രാവിലെ ഫുഡ് അവരുടെ ഫുഡ് ആവശ്യമെല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്തിരി എളുപ്പത്തിന് അണ്ണൻ വന്നപ്പോൾ പറഞ്ഞത് അമ്മ എന്തെങ്കിലും തന്നു വിടണേന്ന്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ചമ്മന്തിപ്പൊടിയും പൊടിച്ച് ചക്ക ചിപ്സൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാറും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവർക്ക് എളുപ്പമല്ലേ ഫുഡ് കഴിക്കാൻ. ഒരു ചമ്മന്തിയും അച്ചാറുമായി, അപ്പോൾ എന്തൊരു തോരനോ ഒരു മെഴുക്കുവരട്ടിയോ തട്ടിക്കൂട്ടി അവർക്ക് അന്നത്തെ ദിവസം ഹാപ്പി ആവും അല്ലേ. അപ്പോൾ അമ്മമാരെല്ലാം അങ്ങനെയാണല്ലേ, മക്കൾ വന്നിട്ട് പോകുമ്പോൾ അവർക്ക് എന്തെല്ലാം കൊടുത്തിടും അതെല്ലാം കൊടുത്തിടും. ഇതാ ചമ്മന്തിപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നെല്ലിക്ക അച്ചാർ റെഡിയായി. അണ്ണന് കൊണ്ടുവന്നുള്ള ചിപ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അണ്ണൻ പോകുന്നത് തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു കേട്ടോ. അണ്ണന് 9 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് വരണമെന്ന് പറഞ്ഞു. ഇത് പിന്നെ നമ്മൾ ഇന്ന് സൺഡേ സ്പെഷ്യലാണ്. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അണ്ണൻ്റെ ചിലവായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അണ്ണന് ഈ ജോലിക്ക് പോയിട്ട് ഫസ്റ്റ് സാലറി കിട്ടി. അപ്പോൾ ഞങ്ങൾക്കെല്ലാം കൂടിയാണ് ചിക്കനൊക്കെയാണ് വാങ്ങിത്തന്നത്. ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലോണം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മസാലയൊക്കെ സവാളയിലൊക്കെ പിടിച്ച്. അതുപോലെ തന്നെ പപ്പടം പൊള്ളിച്ചതുണ്ടായിരുന്നു. പിന്നെ കേരമീൻ കറി. ചാച്ചൻ ഇത് കഴിക്കൂല കേട്ടോ, ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് കേരമീൻ കറിയായിരുന്നു. ഞങ്ങൾ അതിൽ നിന്നും എടുത്തു കേട്ടോ. ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുരിശുമൂടാണേ. കുരിശുമൂടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് സങ്കടം വന്നാലും എന്ത് സന്തോഷം വന്നാലും ഞങ്ങൾ ആദ്യം വിളിക്കുന്ന ദൈവം ഇതാണ് കേട്ടോ. ഞാനും അമ്മയും വല്യമ്മയും ഞങ്ങളുടെ 3 മക്കളും കൂടിയാണ് ഞങ്ങൾ കുരിശുമൂട്ടി വന്ന് തോമസ്ലിഹായോട് ഞങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വന്ന് അത്താഴം കഴിക്കുകയാണ്. അത്താഴത്തിന് ഇന്ന് ഞങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ ചോറും മധുരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കൾക്ക്. അപ്പം മധുരക്കിഴങ്ങ്, അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് തയ്യാറാക്കിയത് ചിക്കൻ വരട്ടിയതും പിന്നെ മീൻ കറിയും പിന്നെ അവിയലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വയറ് വീർക്കെ കഴിച്ച് സുഖമായിട്ട് പോയി കിടന്നുറങ്ങി കേട്ടോ. ഫുഡിനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം പറയാതിരിക്കാൻ വയ്യ, നല്ല സൂപ്പർ രുചിയായിരുന്നേ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു. കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബും ചെയ്തേക്കണം.